മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളവും തമിഴ്നാടും സ്കൂൾ കുട്ടികളെ പോലെ തല്ലുകൂടുന്നുവെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങൾ പരിശോധിക്കാൻ സുപ്രീംകോടതി പുതിയ മേൽനോട്ട സമിതിക്ക് നിർദ്ദേശം നൽകി. ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ പരിഹാര നിർദ്ദേശങ്ങൾ കണ്ടെത്താൻ മേൽനോട്ട സമിതി ശ്രമിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു. ബാലഗോപാൽ, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? മോത്തി, ഇന്ന് ഈ 2014 സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് മരം മുറിക്കാൻ അനുമതി, മെറ്റൽ ബോട്ട് അനുവദിക്കണം തുടങ്ങിയ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ ഈ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. കേരളവും തമിഴ്നാടും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്കൂൾ കുട്ടികളെ പോലെ തല്ലുകൂടുന്നുവെന്നാണ് ഈ ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് സൂര്യകാന്ത് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും തമിഴ്നാട് ഉന്നയിച്ചിരിക്കുന്ന വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ സുപ്രീം കോടതി പുതിയ മേൽനോട്ട സമിതിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഉദ്യോഗസ്ഥർ കൂടി അടങ്ങുന്ന മേൽനോട്ട സമിതി യോഗം ചേരണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മുല്ലപ്പെരിയാറിലെ മരം മുറിക്കാനുള്ള അനുമതി, അതുപോലെ തന്നെ പുതിയ അധികം ബോട്ടുകൾ അനുവദിക്കണം, ഈ അണക്കെട്ടിലേക്കുള്ള റോഡ് ശരിയാക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗം ചേരുവാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ പരിഹാര നിർദ്ദേശങ്ങൾ കണ്ടെത്താനാണ് മേൽനോട്ട സമിതിക്ക് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബി ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.